ഇന്നത്തെ ന്യൂസ് അജണ്ടയിലേക്ക് കടക്കുകയാണ്. ശബരിമല പ്രശ്നം തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യരുത് എന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ഈ നിർദ്ദേശത്തെ ബിജെപി ശക്തമായി എതിർത്തു. നിർദ്ദേശത്തിൽ വ്യക്തത വേണമെന്നാണ് കോൺഗ്രസ് നിലപാട്. നിർദ്ദേശം ഇടതു പാർട്ടികൾ ഇരുകൈയും നീട്ടി സ്വാഗതം ചെയ്തു. അതിനാൽ തന്നെ ഇന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച സർവകക്ഷി യോഗം ശ്രദ്ധേയമാകും. ഈ അവസരത്തിൽ ഉയരുന്നത് ശബരിമല പ്രചാരണ വിഷയമാകുന്നത് രാഷ്ട്രീയ പാപ്പരത്വമോ എന്ന ചോദ്യമാണ്. വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 661 5881. വയനാട് നിന്നും സൂഫി എന്ന ഒരു പ്രേക്ഷകനാണ് ആദ്യമായി ചേരുന്നത്. എന്തായാലും സൂഫി, ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാക്കേണ്ട എന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ ഇത് പറ്റില്ല എന്ന് തന്നെ ബിജെപി നിലപാടും ആവർത്തിച്ചു കഴിഞ്ഞു. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? അത് കാരണം ശബരിമല പ്രശ്നം ഈ ഇലക്ഷൻ സമയത്ത് ഉന്നയിക്കുന്നത് ഉചിതമല്ല. അത് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് വാസ്തവമാണ്. നിർബന്ധമായും അത് ആ പ്രസ്താവന ബിജെപിയെ ഉയർത്തിയാല് അത് നടപടി എടുക്കുക തന്നെ ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. ചെന്നൈയിൽ നിന്നും പ്രേമൻ എന്ന ഒരു പ്രേക്ഷകൻ ചെയ്യുന്നുണ്ട്. പ്രേമൻ, എന്തായാലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്ന് രാഷ്ട്രീയ പ്രതിനിധികളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. താങ്കൾ എങ്ങനെയാണ് ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രചാരണമാക്കുന്നതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായും ശബരിമല വിഷയം തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നത് തികച്ചും രാഷ്ട്രീയ പാപ്പരത്വം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താന്ന് പറഞ്ഞാൽ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റും സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റും ഭരണ നേട്ടങ്ങളാണ് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കേണ്ടത്. കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് ഇതുവരെ 5 വർഷക്കാലം പൂർത്തിയാക്കിയ ഈ ഘട്ടത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു, ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ എത്രമാത്രം നിറവേറ്റി എന്നാണ് ജനങ്ങളോട് പറയേണ്ടത്. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റും 3 വർഷക്കാലം പൂർത്തിയാക്കാൻ പോകുന്ന ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ എത്രമാത്രം നിറവേറ്റി എന്നാണ് പറയാനുള്ളത്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും തന്നെ പറയാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവര് ഭരണം ഏറ്റെടുത്തത് മുതൽ തന്നെ രാജ്യത്ത് വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത്. ഗർഭാപത്തിയായാലും ശരി, മാംസത്തിന്റെ പേരിലുള്ള തമ്മിലടിയായാലും ശരി, ജനങ്ങളെ കൊല്ലുന്നതിനു വേണ്ടി, മൃഗീയമായ കൊല ചെയ്യുന്നതിന് വേണ്ടി, വർഗീയ കലാപങ്ങൾ അഴിച്ചുവിടുന്നതിന് വേണ്ടി മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 3 വർഷക്കാലം പൂർത്തിയാക്കുന്ന ഈ ഗവൺമെന്റ് ജനോപകാരപ്രദമായ ഒട്ടനവധി നടപടികൾ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വികസനത്തിന്റെ ഒരു തേരോട്ടം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് നിന്നും രാജൻ എന്ന ഒരു പ്രേക്ഷകൻ ചെയ്യുന്നുണ്ട്. രാജൻ, എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം അവഗണിച്ച് ശബരിമല വിഷയം പ്രചാരണ ആയുധമാക്കിയാൽ അയോഗ്യത അടക്കമുള്ള നടപടികൾ നേരിടേണ്ടി വരും സ്ഥാനാർത്ഥികൾ എന്നാണ് നിയമവിദഗ്ധർ അടക്കം ചൂണ്ടിക്കാട്ടുന്നത്. താങ്കളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ? തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ മതപരമായിട്ടും അതുപോലെ തന്നെ ആരാധനാലയങ്ങളിലെ പ്രശ്നങ്ങളുടെ പേരിലും മനുഷ്യന്റെ ഇടയ്ക്ക് വേർതിരിവുണ്ടാക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്താണ്. ഈ രാഷ്ട്രീയ പാപ്പരത്തിന് ആനുകാലിക രാഷ്ട്രീയ സംഭവങ്ങൾ പറയാതെ സമൂഹത്തിൽ നടക്കുന്ന മറ്റുള്ള വികസന പ്രവർത്തനങ്ങൾ, അതായത് കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും നല്ലതും ചീത്തയായ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാതെ മതപരമായ സംഭവങ്ങൾ സമൂഹത്തിൽ മനുഷ്യന് വേർതിരിവുണ്ടാക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, കൊല്ലത്തു നിന്നും വിഷ്ണു എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. വിഷ്ണു, ഇടതു പാർട്ടികൾ ഈ ഒരു നിർദ്ദേശത്തെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ്. എന്നാൽ ബിജെപി ആട്ടെ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രചാരണായുധമാക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശത്തെ അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് ബിജെപി പറയുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? മാഡം, ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഈ ജനാധിപത്യമാകുമ്പോൾ ഒരു പൊളിറ്റിക്കൽ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി പല പാർട്ടീസും നോക്കും. അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ജനാധിപത്യ ഫ്രീഡം കിട്ടിയ സമയത്ത് കോൺഗ്രസിന് അതൊരു സ്പേസ് ആയിട്ട് കിട്ടി. അത് കഴിഞ്ഞിട്ട് പാർട്ടി പിരിച്ചുവിടണമെന്ന് പറഞ്ഞിട്ട് ഗാന്ധി പറഞ്ഞപ്പോൾ അവർ ചെയ്തില്ല. അത് കണക്ക് അതിനുശേഷം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടിക്ക് പാകിസ്ഥാൻ ഉണ്ടായതിനു ശേഷം അവരുടെ പ്രാതിനിധ്യം നഷ്ടപ്പെട്ടു. പക്ഷെ അവർ പല രീതിയിലും നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യാൻ നേരത്ത് ഹിന്ദുത്വത്തിനെ ഡിവൈഡ് ചെയ്തും ബിജെപി ഉണ്ടായി വന്നു. കമ്മ്യൂണിസ്റ്റ് തിയറി ഫെയിലായി. ഇങ്ങനെ വരാൻ നേരത്ത് എന്തെങ്കിലും ഇഷ്യൂസ് പറഞ്ഞ് നിൽക്കണ്ടേ? അപ്പം ശരിക്കും ഇവരൊന്നും ജനുവനായിട്ടൊന്നും വിശ്വസിക്കുന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഭരണത്തിൽ കയറാൻ വേണ്ടി ഒരു പൊടി കൈവിദ്യകൾ, അതിപ്പം ജനങ്ങൾ അവസാനം ഭരണത്തിൽ കയറിയിട്ട് അവരെന്ത് ചെയ്യുന്നു നോക്കിയാൽ മതി. ഇപ്പം ബിജെപിയുടെ സർക്കാരിന്റെ കാര്യം തന്നെ നോക്കൂ. ഒരാൾ നേരത്തെ തന്നെ വിളിച്ചില്ലേ, ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ റോഡുകളിലോട്ട് പോകുമ്പോഴോ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോകുമ്പോഴോ ആ റോഡുകളുടെയൊക്കെ വികസനമൊക്കെ നോക്കുക. അത് കഴിഞ്ഞൊരു 7 വർഷമായിട്ടില്ലായിരുന്നു. പക്ഷെ അവരുടെ സ്വജനപക്ഷപാതം അവർക്കും ഉണ്ട്, ബിജെപിക്കും ഉണ്ട്, അത് ഇടതുപക്ഷത്തിനും ഉണ്ട്, കോൺഗ്രസിനും ഉണ്ട്. എന്നിട്ട് ജനങ്ങൾക്ക് ഇപ്പൊ അഴിമതി ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ പഴയ കണക്ക് കൈക്കൂലി മേടിക്കാൻ പറ്റുന്നില്ല.
റിയൽ എസ്റ്റേറ്റിനകത്ത് ഞങ്ങൾക്ക് ബ്ലാക്ക് മണി വരുന്നില്ല. അതൊക്കെയാണ് റിയൽ ഇഷ്യൂസ്, മനസ്സിലായില്ലേ? അപ്പോൾ ജനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞവരെ പുറത്താക്കും. കോൺഗ്രസ് വരുന്നതുകൊണ്ടാണ് എനിക്കും സന്തോഷം. സത്യമാണ് സത്യം. ജനങ്ങൾ വോട്ട് ചെയ്തോട്ടെ, രാഹുൽ ഗാന്ധി വരട്ടെ. പക്ഷെ വിചാരിക്കുന്ന നടക്കുന്ന കാര്യം നടക്കാൻ പോകുന്നില്ല. രാഹുൽ ഗാന്ധി വന്നാലും മോദിയെക്കാളും ടഫായിരിക്കും. ചാത്തന്നൂരിൽ നിന്നും രാധാകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ ചെയ്യുന്നുണ്ട്. രാധാകൃഷ്ണൻ, ക്ഷേത്രം, മതം, ദൈവം എന്നിവയിലൂന്നി പ്രചാരണം നടത്തിയാൽ സ്ഥാനാർത്ഥികൾക്ക് തിരിച്ചടിയും ഉണ്ടാകുമെന്നാണ് ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? തീർച്ചയായിട്ടും മതത്തിന്റെയും ദൈവത്തിന്റെയും പ്രത്യേകിച്ച് ശബരിമല അയ്യപ്പന്റെയും പേരിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്ന ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ആ രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിലെ പ്രബുദ്ധരായ ജനത, വടക്കേന്ത്യ അല്ലത്, കേരളത്തിലെ പ്രബുദ്ധരായ ജനം തിരിച്ചടി കൊടുക്കും. എന്ത് ലജ്ജാകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. ഇത്രയും കൊട്ടിഘോഷിച്ച് നരേന്ദ്രമോദിയുടെ ഒരു സർക്കാർ 5 കൊല്ലം കേന്ദ്രം ഭരിച്ചിട്ട് ഇവിടെ 2 എംപിമാര്, ഒരു ഗവർണർ അടക്കം എല്ലാ സ്ഥാനമാനങ്ങളും കൊണ്ടുവന്നിട്ട് 5 വർഷം അവർക്ക് ഈ മോഡി ഭരണത്തിൽ എന്തെങ്കിലും കേരളത്തിലെ ജനങ്ങളോട് പറയാനില്ലാതെ പിന്നെ ശബരിമല അയ്യപ്പന്റെ പേരിൽ വോട്ട് പിടിക്കേണ്ടി വരുന്ന ഗതികേട് ഈ കേരളത്തിലെ പ്രബുദ്ധരായ ജനത മനസ്സിലാക്കുകയില്ലേ? അതേ പാതയിലൂടെ പോകുവാൻ ശ്രമിക്കുന്ന കോൺഗ്രസ്, സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഈ കേരളം ഭരിച്ച കോൺഗ്രസിന് ഒന്നും ഈ കേരളത്തിലെ ജനങ്ങളോട് പറയാനില്ല. BJP പറയും പോലെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ ആ ഒരു കച്ചിത്തുരുമ്പിൽ പിടിച്ചു നിൽക്കുകയല്ലേ ഇവിടുത്തെ ഈ BJPയും കോൺഗ്രസും. BJP പറയുന്നത് തന്നെയല്ലേ പറയുന്നത്, ഞങ്ങൾ എതിർക്കും. കൊല്ലത്തെ പ്രേമചന്ദ്രൻ ഉൾപ്പെടെ പറയുന്ന ഗതികേടാണ്, ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എതിർക്കും, ഞങ്ങൾ വിഷയമാക്കും എന്ന് പറയുമ്പോൾ കൊല്ലത്തെ പ്രേമചന്ദ്രൻ അടക്കം 5 കൊല്ലം 10 വർഷം ഇവിടെ MP ആയിട്ടിരുന്ന അവരുടെ UDFന് ഒന്നും പറയാനില്ല. BJPയും ഈ കോൺഗ്രസും UDF ഒരുപോലെ ശബരിമല അയ്യപ്പനെ വെച്ച് മറ്റൊന്നും പറയാനില്ലാതെ വോട്ട് പിടിക്കുവാൻ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷം ഒന്നാം UPA ഗവൺമെന്റ് പോലെ നിർണായക ശക്തിയാകാൻ പോവുകയാണ്. കേരളത്തിലെ സാക്ഷര കേരളമാണിത്. ജനങ്ങൾക്ക് ബോധമുണ്ട്. BJPയെയും കോൺഗ്രസിനെയും പ്രത്യേകിച്ച് കൊല്ലത്ത് പ്രേമചന്ദ്രനെ അടക്കം തറ പറ്റിച്ചുകൊണ്ട് വൻ മുന്നേറ്റം കേരളത്തിൽ നിന്നുണ്ടാകാൻ പോവുകയാണ്. നരേന്ദ്രമോദിയുടെ കിരാത ഭരണത്തിന് കടിഞ്ഞാണ് ഇടാനായിട്ട് സ്വാധീന ശക്തിയായി കേരളം മാറാൻ പോവുകയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ വിനോദ് എന്ന ഒരു പ്രേക്ഷകൻ കൂടി ചെയ്യുന്നുണ്ട്. വിനോദ്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തിന് പൂർണ്ണ നിയമ പരിരക്ഷയുണ്ടെന്നാണ് നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? കഴിഞ്ഞ 5 വർഷക്കാലം കേന്ദ്രം ഭരിച്ച ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭരണ നേട്ടങ്ങളൊന്നും തന്നെ പറയാനില്ലാതെ വെറും ശബരിമല മാത്രം വിഷയമാക്കിക്കൊണ്ട് അവർക്ക് വോട്ട് തേടേണ്ട രാഷ്ട്രീയ പാപ്പരത്വം, ഗതികേട്. 5 വർഷക്കാലത്തിന് മുമ്പ് അവരിവിടെ നാട്ടിൽ പറഞ്ഞിരുന്ന പെട്രോളിന് 50 രൂപയ്ക്ക് കുറയ്ക്കും, ഓരോ സാധാരണക്കാരന്റെയും അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ വീതം നിക്ഷേപിക്കും, വിദേശത്തുള്ള കള്ളപ്പണം പിടിച്ചുകൊണ്ടുവരും, അഴിമതി ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വന്ന BJPക്ക് ജനങ്ങൾക്ക് കൊടുത്ത യാതൊരു വാഗ്ദാനങ്ങളും നടപ്പാക്കാൻ പറ്റാത്തതും കോടിക്കണക്കിന് രൂപ കൊടുത്ത് പ്രതിമ സ്ഥാപിക്കുകയും പശുവിനെ സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ട് സാധാരണ ജനങ്ങളെ ഇട്ട് തട്ടി കൊല്ലുന്ന ഒരു പ്രവണതയാണ് നമ്മൾ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തില് BJP പച്ച പിടിക്കില്ലെന്ന് കണ്ടപ്പോൾ ഇവർക്ക് ശബരിമല വിഷയം മാത്രം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വോട്ട് നേടാനല്ലാതെ ഇവർക്ക് നയപരമായ രാഷ്ട്രീയപരമായ ഇവർക്ക് ജനങ്ങളോട് സംസാരിച്ച് വികസന കാര്യങ്ങൾ, ഇവർക്ക് വിശപ്പിനെ പറ്റി BJPക്ക് വിശപ്പിനെ പറ്റി സംസാരിക്കാനുണ്ടോ? പട്ടിണിയെ പറ്റി സംസാരിക്കാനുണ്ടോ? വിദ്യാഭ്യാസത്തെ പറ്റി സംസാരിക്കാനുണ്ടോ? ഇവിടുത്തെ തൊഴിലില്ലായ്മയെ പറ്റി സംസാരിക്കാനുണ്ടോ? ഇവര് എക്കാലവും ഇവർക്ക് രാഷ്ട്രീയം പറയാനില്ല. ഇവർക്ക് BJPക്ക് കേരളത്തിലും ഇന്ത്യയിലും വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കാനല്ലാതെ ഇവർക്ക് ജനങ്ങളുടെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇവർക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും അടക്കമുള്ളവര് ശബരിമലയിൽ വന്ന് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങള് കേരളത്തിലെ പ്രബുദ്ധ ജനതകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ BJP ഇപ്പോൾ കോഴിക്കോട് നിന്നും സതീശൻ എന്ന ഒരു പ്രേക്ഷകൻ കൂടി ചെയ്യുന്നുണ്ട്. സതീശൻ, എന്തായാലും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട്. അതായത് ശബരിമല വിഷയത്തിൽ ഊന്നി പ്രചാരണം ശക്തിപ്പെടുത്തുമെന്ന പ്രതിപക്ഷം അടക്കമുള്ള പാർട്ടികൾ ആവർത്തിക്കുമ്പോഴും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? മാഡം, ഈ ശബരിമല എന്ന് പറയുന്നത് ഒരു വിശ്വാസികളെ നെഞ്ചത്ത് കുത്തിയിറക്കിയിട്ട് അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ എവിടുത്തെ നിയമമാണത്? ഇപ്പൊ ഈ പറയുന്ന കൂട്ടരെല്ലാം പറയുന്നത് ശബരിമലയിൽ പറഞ്ഞ് വോട്ട് പിടിക്കാൻ പാടില്ല. വോട്ടിനല്ലല്ലോ, ശബരിമലയിൽ ചെയ്ത കാര്യങ്ങൾ പുറത്ത് പറയണല്ലോ, ജനങ്ങളോട് പിന്നെയും പറയണം. അതൊന്ന്. പിന്നെ BJP ഒന്ന് ഞെരുക്കിയാൽ മതി, ദേശീയ പാർട്ടിയിൽ നിന്ന് ഇവർ പുറത്താവും. BJP ഒന്ന് വോട്ട് മാറ്റി കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ദേശീയ പാർട്ടിയിലെ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാവില്ല. അങ്ങനെ ആയിപ്പോവും.
അവരെ ഔദാര്യത്വം കൊണ്ട് ഇപ്പം നിൽക്കുന്നത്. അവരൊന്നും വിചാരിച്ചാൽ മതി, കോൺഗ്രസിലേക്ക് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ദേശീയ പാർട്ടിയിലേ ഉണ്ടാവില്ല, പിന്നെ ഇന്ത്യയിലെ ഈ പാർട്ടി ഉണ്ടാവില്ലാണ്ടായിപ്പോ. അങ്ങനെ ആണ് BJP-ക്കാർ വിചാരിച്ചത് നടക്കും. പക്ഷെ ഇവര് വിചാരിക്കുന്നത് ശബരിമല വിഷയം പറയണ്ടെന്ന് എങ്ങനെ പറയാണ്ടിരിക്കുക? ഈ നമ്മളെ വിശ്വാസമല്ല അത്. നമ്മൾ ശബരിമല രണ്ട് പെണ്ണുങ്ങളെ ഈ രാത്രി ഇരുട്ടിന്റെ മറവ് കയറ്റിയിട്ട് അത് പുറത്ത് പറയാൻ പാടില്ല. പിന്നെ ഒരു റേന പാത്തുമേനെ പോലീസ് ഡ്രസ്സ് കേട്ട് അത് കൊണ്ടുപോയത് ന്യായമായ കാര്യങ്ങളാ. ഇവർ പറയുന്നല്ല എന്ത് വിചാരിച്ച് നമ്മൾ പറയാണ്ടിരിക്കുക? സത്യത്തിൽ ഒരു വിഷയം പറയണം, പറഞ്ഞിട്ട് ഇത് അല്ലെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാം മാറ്റി കുത്തി കൊടുക്കുക. പോട്ടെ, കോൺഗ്രസ് പോട്ടെ, ഈ കൊല്ലം നമുക്ക് വേണ്ട, കേരളം കിട്ടിയില്ലെങ്കിലും BJP-ക്ക് ഭരിക്കാനും സീറ്റ് വേറെ കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിന് കിട്ടിയിട്ടാ വേണ്ട, ഒന്നും ഞെരുക്കുക, എല്ലാം കൂടി കോൺഗ്രസിന് കുത്തി കൊടുത്തിട്ട് ഇവരെ ദേശീയ പാർട്ടിയിൽ നിന്നും ജഹാംഗീർ എന്ന ഒരു പ്രേക്ഷകനാണ് ചേരുന്നത്. ജഹാംഗീർ, ശബരിമല പ്രശ്നം തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യരുത് എന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ഈ നിർദ്ദേശത്തെ BJP ശക്തമായി ഇതിനോടകം തന്നെ എതിർത്തു കഴിഞ്ഞിട്ടുണ്ട്. നിർദ്ദേശത്തിൽ വ്യക്തത വേണമെന്നാണ് കോൺഗ്രസ് നിലപാട് പറയുന്നത്. താങ്കളുടെ നിരീക്ഷണം എങ്ങനെയാണ്? ഹലോ ജഹാംഗീർ, പറഞ്ഞോളൂ. ഹലോ ജഹാംഗീറിന്റെ അഭിപ്രായം പറയാം. ഇപ്പോൾ ബാലരാമപുരത്ത് നിന്നും ശിവദാസൻ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ശിവദാസൻ, ഇടതു പാർട്ടികൾ ഇരു കൈയും നീട്ടി ഈ നിർദ്ദേശത്തെ സ്വീകരിക്കുമ്പോൾ ഈ നിർദ്ദേശത്തിൽ കൃത്യമായ നിലപാട് BJP-യും പറയുന്നുണ്ട്. ഈ നിർദ്ദേശത്തെ ശക്തമായി എതിർക്കുകയാണ് BJP ഇവിടെ ചെയ്യുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? ഈ വിഷയം കാണുമ്പോൾ ചട്ടമായി എന്ന് ഞാൻ പിന്നെ അയോധ്യ പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് സുപ്രീം കോടതി കേസിലാക്കായിരുന്നു. അന്ന് പല ഇലക്ഷൻ കഴിഞ്ഞു പോയി. അന്നൊന്നും പറയാത്ത വിഷയം ഇന്ന് ശബരിമല വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷൻ കാണിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ജനാധിപത്യ രാഷ്ട്രത്തില് ഇലക്ഷൻ വരുമ്പോൾ ഓരോ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇവിടെ വോട്ട് തേടുന്നത്. അത് കോൺഗ്രസ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ. പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ മിസ്റ്റർ മീന സാർ പറഞ്ഞത് എന്ത് അടിസ്ഥാനം എനിക്കറിയില്ല. അദ്ദേഹം ഒന്നും ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ കാര്യം ഒന്നും കൂടി ഇന്നത്തെ ഘടകകക്ഷി എല്ലാ കാര്യം വിളിച്ചിട്ട് യോഗം വിളിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയിൽ അദ്ദേഹം അത് പരിപൂർണമായി പരിശോധിക്കണം. പിന്നെ ശബരിമല വിഷയം ഇത്രയും ഭയക്കേണ്ട കാര്യമെന്താ ഇലക്ഷൻ കമ്മീഷൻ? കാരണം സുപ്രീം കോടതി വിധി തെറ്റാണെന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ ബോധ്യമായതുകൊണ്ടാണ്, അത് കോടതി ഇരിക്കുന്നത് ബോധ്യമായതുകൊണ്ടാണ് അവർ പറയാൻ കാരണം. ശരി, പട്ടാമ്പിയിൽ നിന്നും ബാബു എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ബാബു, എന്തായാലും ഇതിനോടകം തന്നെ ശക്തമായി ഈ ഒരു നിർദ്ദേശത്തെ എതിർത്ത BJP മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറ്റണമെന്നടക്കമുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെക്കുന്നത്. താങ്കളുടെ ഒരു നിലപാട് എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ? ഹലോ, പറഞ്ഞോളൂ. അത് വേണ്ടതാണ്. കാരണം കേരളത്തിലുണ്ടായ ഒരു ക്രമസമാധാന പ്രശ്നമാണ് ഇത്. കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന് നേരെ ഉണ്ടായ അതിക്രമമാണ് ഇത് എന്തായാലും ജനങ്ങളുടെ കോടതിയിൽ ഇത് അവതരിപ്പിക്കുക വേണം. ശരി, നാം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച സർവകക്ഷി യോഗം നടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഉയർന്ന ഒരു വിഷയം ഇതായിരുന്നു. ശബരിമല പ്രചാരണ വിഷയമാക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്വമോ എന്ന ചോദ്യം തന്നെയാണ് ന്യൂസ് അജണ്ട പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചത്. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി.